നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭരണഘടന വിരുദ്ധ പ്രസംഗം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ അന്വേഷണം DGP ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഹൈക്കോടതി ഉത്തരവ് വന്ന ഒരാഴ്ച തികയുമ്പോഴാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. സജി ചെറിയാന് അപ്പീൽ നൽകാനായി അന്വേഷണ സംഘത്തെ വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് DGP ഉത്തരവിറക്കിയത്. കോതമംഗലത്ത് പശുക്കളെ തിരഞ്ഞ് വനത്തിൽ പോയ 3 സ്ത്രീകളെ കാണാനില്ല. കുട്ടമ്പുഴയിൽ വനത്തിൽ പശുക്കളെ തിരഞ്ഞുപോയ 3 സ്ത്രീകളെ കാണാതായി. അട്ടിക്കളത്ത് വനത്തിലേക്കാണ് സ്ത്രീകൾ പോയത്. പോലീസും അഗ്നിരക്ഷാസേനയും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് പുല്ലാരുംപാറ പള്ളിപ്പടിയിൽ വോളിബോൾ കളിക്ക് ശേഷം ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് കൺട്രോൾ റൂം പോലീസ് സ്റ്റേഷനിലെ CPO പെരികിലത്തിൽ ഷാജിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ആലപ്പുഴയിൽ പിതാവ് കൈക്കുഞ്ഞുമായി ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു. ആലപ്പുഴ മാളികമുക്കിൽ കൈക്കുഞ്ഞുമായി പിതാവ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. 39 വയസ്സുള്ള ഔസേപ്പ് ദേവസ്യാണ് 1.5 വയസ്സുള്ള മകൾ അഗ്നയുമായി ട്രെയിന് മുന്നിലേക്ക് ചാടിയത്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. CPM സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടു. സംഘർഷാവസ്ഥ. കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നു. ലോക്കൽ സമ്മേളനത്തിനെത്തിയ നേതാക്കളെയാണ് പ്രവർത്തകർ പൂട്ടിയിട്ടത്. ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് നേതാക്കളെ പൂട്ടിയിട്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമപ്രസാദ്, K രാജഗോപാൽ എന്നിവരെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പൂട്ടിയിട്ടത്.